Hello my dear students, welcome back to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ദ ജംഗിൾ എയർ ക്രാഷ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ലെറ്റേഴ്സ് റീവിസിറ്റ് ആൻഡ് റിഫ്ലക്റ്റ് എന്നുള്ള ഭാഗവും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി സെർച്ച് ചെയ്ത് കാണുക. ഓക്കെ, ബാക്കി ആക്ടിവിറ്റീസ് നമ്മൾ ഇന്ന് എടുക്കാൻ പോവുകയാണ്. കുറച്ച് ആക്ടിവിറ്റീസേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോവാം. നോക്കൂ, ഒന്നാമത്തെ ആക്ടിവിറ്റീസ് എന്താ നോക്കൂ. Activity 1. Juliana followed certain measures to save herself when she was alone in the jungle. ജൂലിയാനെ ഒറ്റപ്പെട്ടപ്പോൾ, കാട്ടിൽ ഒറ്റപ്പെട്ട സമയത്ത് അവളുടെ സ്വയരക്ഷയ്ക്കായി അവൾ ചില മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ മാർഗങ്ങൾ എന്തെല്ലാം എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ലിസ്റ്റ് ദ മെഷേഴ്സ് ആൻഡ് സ്റ്റേറ്റ് ദ റീസൺ. നിങ്ങളോട് ആ മാർഗങ്ങൾ, അവൾ ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ എന്തെല്ലാമാണ്, അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നിങ്ങളോട് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആൻസേഴ്സ് നോക്കാം. ആൻസർ നോക്കൂ, ഇതിൽ 2 കോളമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഒന്നാമത്തെ കോളത്തിൽ സ്റ്റെപ്പ് ഫോളോഡ്, ജൂലിയാനെ സ്വീകരിച്ച മാർഗങ്ങൾ അല്ലെങ്കിൽ ജൂലിയാനെ സ്വീകരിച്ച സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ്. രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് വൈ, എന്തുകൊണ്ടാണ് ഈ മാർഗങ്ങൾ സ്വീകരിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാർഗങ്ങൾ സ്വീകരിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഒന്നാമത്തെ നോക്കാം. പിക്ക്ഡ് അപ്പ് എ ലോങ് സ്നേക്ക് സ്റ്റിക്ക്. എന്താ എടുത്തിട്ടുള്ളത്? ഫസ്റ്റ് ആയിട്ട് അവൾ ഒരു ലോങ് സ്നേക്ക് സ്റ്റിക്ക്, വലിയ പാമ്പിൻ്റെ അത്രയും നീളത്തിലുള്ള ഒരു ലോങ് സ്റ്റിക്ക് എടുത്തു. എന്തിനു വേണ്ടിയിട്ട്? വൈ എന്നുള്ള കോളത്തിൽ നമ്മൾ എന്ത് എഴുതും നോക്കൂ. ദ പ്രോപ്പ് ദ ഗ്രൗണ്ട് ടു അവോയ്ഡ് പോയ്സണസ് സ്പൈഡേഴ്സ് ആൻഡ് ആൻഡ്സ് ആസ് ദ ബിഗ് ആനിമൽസ് ആർ ലെസ് ഡേഞ്ചറസ് ദാൻ ദ സ്മോൾ വൺ ഇൻ ദ ജംഗിൾ. ഈ പോയ്സൺ ആയിട്ടുള്ള സ്നേക്സ് ആൻഡ്സ് അതുപോലെ സ്പൈഡേഴ്സ്, അതുപോലെ ചെറിയ മൃഗങ്ങൾ, വലിയ പോയ്സൺ ആയിട്ടുള്ള മൃഗങ്ങൾ, ഇവരെയെല്ലാം കാണുന്നതിന് വേണ്ടി, അവരെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെ, കണ്ടിട്ട് അവരെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഗ്രൗണ്ടിലൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വലിയൊരു ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റിക്ക് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഇനി രണ്ടാമതായിട്ട് അവൾ സ്വീകരിച്ച മാർഗം എന്താ നോക്കൂ. ലുക്ക്ഡ് ഫോർ സ്ട്രീംസ്. അവൾ ഒരു അരുവി അന്വേഷിച്ചു പോയി അല്ലെ. അവൾ ഒരു അരുവി എവിടെയെങ്കിലും ഉണ്ടോ എന്നതാണ് നോക്കിയിരുന്നത്, രണ്ടാമതായിട്ട് നോക്കിയിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? വൈ എന്നുള്ള കോളത്തിൽ നമ്മൾ എന്ത് എഴുതും? എന്തിനു വേണ്ടിയിട്ട് അവൾ അരുവി സെർച്ച് ചെയ്തത്? റിവേഴ്സ് ആർ ദ റോഡ്സ് ഇൻ ജംഗിൾ. റിവേഴ്സ് എന്ന് പറയുന്നത് കാട്ടിലൂടെയുള്ള റോഡുകളാണ്. ആൻഡ് ഇന്ത്യൻ ട്രൈബ്സ് ആൻഡ് ദ വൈറ്റ് പ്ലാന്റേഷൻ പീപ്പിൾ ലിവ് ഓൺ ദെയർ ബാങ്ക്സ്. ഈ പുഴക്കരയിൽ എന്തുണ്ടായിരിക്കും, ആരുണ്ടായിരിക്കും എന്നാ പറയുന്നത്? ആദിവാസികളോ അല്ലെങ്കിൽ തോട്ടം നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ താമസിക്കുന്നുണ്ടായിരിക്കും. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവൾ അരുവി കണ്ടെത്തിയത്, അരുവി സെർച്ച് ചെയ്തത്. ഈ അരുവി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊരു പുഴയിലേക്കാണ് ചെന്നെത്തുക എന്ന് നമുക്കറിയാം അല്ലേ. അരുവികളെല്ലാം കൂടി ചേർന്നിട്ടാണ് പുഴകൾ ഉണ്ടാവുക എന്നറിയാം. അപ്പോൾ ഈ അരുവി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊരു പുഴയിലാണ് ചെന്നവസാനിക്കുക. അങ്ങനെ പുഴയെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പുഴയുടെ തീരത്ത് ആദിവാസികളോ അല്ലെങ്കിൽ തോട്ടം നോക്കി നടത്തുന്നവരോ താമസിക്കാൻ സാധ്യതയുണ്ട്. അവരെ കണ്ടെത്താനാണ് രണ്ടാമതായിട്ടുള്ള മാർഗം ഉപയോഗിച്ചത്. ദെൻ പിന്നീട് എന്താണ് അവൾ ഉപയോഗിച്ചത് നോക്കൂ. പിന്നീട് അവൾ എന്താ സ്വീകരിച്ചത് നോക്കൂ. റെസിസ്റ്റഡ് ഡെലീഷ്യസ് ലുക്കിംഗ് ഫ്രൂട്ട്. അവൾ നല്ല ഫ്രൂട്ട്സുകൾ എന്ത് ചെയ്തു? റെസിസ്റ്റ് ചെയ്തു അല്ലെ, പ്രതിരോധിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ വേണ്ട എന്ന് വെച്ചു. കാരണം എന്താ? മെനി തിങ്സ് ദാറ്റ് ലുക്ക് ബ്യൂട്ടിഫുൾ. ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആൻഡ് ടെംപ്റ്റിംഗ് ആർ പോയ്സണസ് ഇൻ ദ ജംഗിൾ. പക്ഷേ അത് കാടിലുള്ള വിഷ പദാർത്ഥങ്ങളാണോ വിഷവസ്തുക്കളാണോ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ. അപ്പോൾ കാട്ടിലൂടെ നടന്നപ്പോൾ ഒരുപാട് ഭംഗിയുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ അതൊന്നും പറിച്ച് കഴിച്ചില്ല. കാരണം എന്താണെന്ന് പറഞ്ഞത്? പോയ്സണസ് ഉണ്ടോ എന്ന് അവൾക്ക് അറിയാത്തത് കൊണ്ട്. മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് എന്താ നോക്കൂ. നെക്സ്റ്റ് നോക്കൂ. ഓൺ ലാൻഡ് ഷീ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾ എങ്ങനെയാണ് നടക്കാൻ ശ്രമിച്ചിരുന്നത്? ഓരോ കാലടി വെക്കുമ്പോഴും അവൾ വളരെ കെയർഫുള്ളായിട്ട്, വളരെ ശ്രദ്ധാപൂർവമാണ് നടന്ന് നീങ്ങിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്താ കാരണം നോക്കൂ. ദ റോട്ടിംഗ് ലീവ്സ് കുഡ് ഹൈഡ് എ സ്നേക്ക് പിക്ക്ഡ് ഹർ വേ ഓർ എ പോയ്സണസ് തോൺ ബാക്ക് ക്രാബ് കെയർഫുള്ളി. ചീഞ്ഞളിഞ്ഞ ഇലകൾ ഉണ്ടായിരിക്കും ഒരുപാട്. അതിനിടയിൽ എന്തുണ്ടായിരിക്കും? വളരെ വിഷമുള്ള പാമ്പുകളോ അതുപോലെ ബാക്കിൽ മുതുകത്ത് മുള്ളുകളുള്ള ഞണ്ടുകളോ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. അത് കാണാൻ നമുക്ക് കഴിയില്ല. അതിന് വേണ്ടിയിട്ടാണ് അവൾ ഓരോ സ്റ്റെപ്പും വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് നടന്നു നീങ്ങിയത്.
മനസ്സിലായല്ലോ. ദെൻ പിന്നെ നമ്മൾക്ക് എന്താ എഴുതാൻ പറ്റും നോക്കൂ. swam only when she could get a good view head. അവൾ എങ്ങനെയാണ് നീന്തിയിരുന്നത്? നല്ല വ്യൂ, മുന്നിലേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ കിട്ടണം അല്ലെ, മുന്നിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, മുന്നിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് നോക്കിയിട്ടാണ് അവൾ നീന്തി തുടങ്ങിയത്. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ നീന്തി തുടങ്ങിയത് നോക്കൂ. എ ഗുഡ് വ്യൂ വാസ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ലേ ഹെഡ്. അല്ലെ, മുന്നിൽ എന്താണ് ഉള്ളത്, ഇനി എന്താണ്, എങ്ങോട്ടാണ് തിരിയേണ്ടത്, അല്ലെങ്കിൽ മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്നെല്ലാം നേരത്തെ തന്നെ അറിയാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു? വളരെ ശ്രദ്ധാപൂർവം മുന്നിൽ നോക്കിയിട്ട് നല്ല വ്യൂ ഉള്ള രീതിയിലാണ് അവൾ നീന്താൻ തുടങ്ങിയത്. മനസ്സിലായല്ലോ. ദെൻ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2 നോക്കൂ. Then activity 2 നോക്കൂ. We saw how Juliana survived a plane crash. നമ്മൾ കണ്ടു ജൂലിയാന എങ്ങനെയാണ് ഒരു പ്ലെയിൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. Like plane crashes, accidents happen on roads and precious lives are lost every day. ഇതുപോലെ ഈ പ്ലെയിൻ അപകടത്തെ പോലെ തന്നെ നമ്മുടെ റോഡിലും എന്നും എല്ലാ ദിവസവും ഓരോരോ അപകടങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഓരോരുത്തർക്കും ഒരുപാട് ജീവൻ നഷ്ടപ്പെടുന്നുമുണ്ട് അല്ലേ. What steps should we take to prevent accidents on road? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകളാണ് അല്ലെങ്കിൽ എന്തെല്ലാം സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ റോഡ് അപകടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പോലത്തെ തന്നെ സ്റ്റെപ്സ് വി ഷുഡ് ടേക്ക് ആൻഡ് വൈ 2 കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾ, ഈ റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങളും അതുപോലെ അതിൻ്റെ കാരണങ്ങളും എന്താണ് എന്ന് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലൊരു 3 കൊടുത്തിട്ടുണ്ട് അല്ലേ, ബാക്കിയാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഈ 3 നിങ്ങൾ നോക്കൂ. ഓൾവേസ് കീപ് എ സേഫ് ഡിസ്റ്റൻസ് ഫ്രം എ വെഹിക്കിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മുന്നിലുള്ള വാഹനത്തിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ, യാത്ര ചെയ്യാൻ അല്ലേ. തൊട്ട് മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ മൂവ് ചെയ്യുക. എന്തിനാണത്? എനേബിൾ ഈസി ബ്രേക്കിംഗ്, അവോയ്ഡ് കൊളീഷൻ. നമുക്ക് അഥവാ നമുക്ക് ബ്രേക്ക് ഇടേണ്ടി വന്നാൽ, സഡൻ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടിമുട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ പിന്നെ രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഓൾവേസ് കീപ് ലെഫ്റ്റ് ഓൺ ദ റോഡ് വെൻ യു ഡ്രൈവ്. നമ്മൾ എല്ലാ വാഹനത്തിൻ്റെ ഇതിലും കാണാം അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വാഹനം ഓടിക്കേണ്ടത് ഇടത് ഭാഗത്തിലൂടെയാണ്. നമ്മൾ വാഹനങ്ങൾ എപ്പോഴും ഓടിക്കേണ്ടത് റോഡിൻ്റെ ഇടത് സൈഡിലൂടെയാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടത്. യാത്രക്കാർ നടക്കേണ്ടത് വലതുവശത്ത് കൂടെയാണ് യാത്രക്കാർ നടക്കേണ്ടത്. നമ്മൾ വാഹനം ഓടിക്കേണ്ടത് ഇടതുവശത്ത് കൂടെയുമാണ്. ഇതിനു വേണ്ടിയിട്ട് ഹാവ് എ പ്രോപ്പർ വിഷൻ ഓഫ് ദ പെഡസ്ട്രിയൻസ്. നടക്കുന്ന ആളുകളെ കാണാൻ. പെഡസ്ട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലൂടെ നടക്കുന്ന നടയാത്രക്കാരെയാണ് നമ്മൾ പെഡസ്ട്രിയൻസ് എന്ന് പറയുന്നത്. അവരേത് ഭാഗത്ത് കൂടെ നടക്കേണ്ടത്? റോഡിലൂടെ നടക്കുമ്പോൾ വലതുവശം ചേർന്നാണ് നമ്മൾ നടക്കേണ്ടത്. എന്നാൽ വാഹനം ഓടിക്കുന്നവർ ഇടതുവശത്ത് കൂടെയാണ് ഓടിക്കേണ്ടത്. നെക്സ്റ്റ് നോക്കൂ. വിയർ ഹെൽമെറ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ്. എന്തുണ്ടാക്കണം? ഹെൽമെറ്റും അതുപോലെ സീറ്റ് ബെൽറ്റും നമ്മൾ ധരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇഞ്ചുറി. നമ്മുടെ മുറിവുകളുടെ അപകടം വലിയ മുറിവുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഉപയോഗിക്കണമെന്ന് പറയുന്നത് അല്ലേ. മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ തലയടിച്ചൊക്കെ വീഴുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ തലയ്ക്കുള്ള പരിക്ക് കുറക്കും ഹെൽമെറ്റ് ഇട്ടാൽ. അതുപോലെ സീറ്റ് ബെൽറ്റ് എന്തിനാണ് ഇടുന്നത്? നമ്മൾ വാഹനം ഇടിക്കുന്ന സമയത്ത് നമ്മൾ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സീറ്റ് ബെൽറ്റ് ഇടുന്നത്. നമ്മളെല്ലാം ഫൈന് കിട്ടുമെന്നുള്ള പേടി കൊണ്ടാണ് മിക്കവാറും ആളുകളെല്ലാം ഹെൽമെറ്റും അതുപോലെ സീറ്റ് ബെൽറ്റും എല്ലാം ഇടുന്നത്. പക്ഷേ അത് സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ ആരും തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ എല്ലാവരെയും അല്ല പറയുന്നത്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അങ്ങനെയാണ് അല്ലേ. പോലീസുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയമപാലകർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും എല്ലാം ഇടാൻ ശ്രമിക്കുന്നത്. അതൊരു സ്വയം രക്ഷയ്ക്കാണ് എന്ന് മനസ്സിലാക്കാൻ ചില ആളുകൾ ശ്രമിക്കാറില്ല അല്ലേ. ഇനി ഇതിൻ്റെ ബാക്കി എന്തെല്ലാം നമുക്ക് എഴുതാൻ പറ്റും നോക്കൂ. നമുക്ക് അടുത്തതായിട്ട് എന്ത് എഴുതാൻ പറ്റും? നെവർ ക്രോസ് ദ സ്പീഡ് ലിമിറ്റ് എന്ന് എഴുതാം അല്ലേ. അതിൻ്റെ കാരണം എന്താണ്? പ്രോപ്പർ സ്പീഡ് വിൽ ഹെൽപ്പ് യു ടു റിയാക്ട് വെൽ ആൻഡ് എനേബിൾ ഈസി ബ്രേക്കിംഗ് എന്നാണ് പറയുന്നത് അല്ലേ. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സ്പീഡ് ലിമിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാനും അപകടങ്ങൾ കുറക്കാനും സാധിക്കും. ഓക്കെ.
പിന്നീട് എന്ത് എഴുതാം? ഡ്രൈവ് സ്ലോവിലി വെൻ ദ വെദർ ഈസ് ബാഡ് എസ്പെഷ്യലി ഡ്യൂറിങ് വിന്റർ ആൻഡ് റെയിനി സീസൺ. നമ്മുടെ കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിൽ, അത് മഴക്കാലത്തും മഞ്ഞുകാലത്തും എല്ലാം എന്ത് ചെയ്യണം? നമ്മൾ സ്പീഡ് നമ്മൾ കുറക്കാൻ ശ്രമിക്കണം. എന്തിനു വേണ്ടിയിട്ട്? വൈ എന്നുള്ള കോളത്തിൽ നമ്മൾ എന്ത് എഴുതും? ദ റോഡ് മൈറ്റ് ബി സ്ലിപ്പറി വെൻ വെദർ ഈസ് ബാഡ്, സോ സ്ലോ ഡ്രൈവിംഗ് വിൽ എനേബിൾ ഈസി ബ്രേക്കിംഗ് ഇൻ സച്ച് കണ്ടീഷൻ. ഈ മഴയും മഞ്ഞെല്ലാം ഉണ്ടാകുന്ന സമയത്ത് സ്ലിപ്പാകാൻ, റോഡ് വളരെ തെന്നി മാറാൻ സാധ്യതയുണ്ട്. നമ്മൾ സ്പീഡിൽ പോവുകയാണെങ്കിൽ അത് തെന്നി മാറി നമുക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പീഡ് കുറയ്ക്കുക. പിന്നീട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഷുഡൻ യൂസ് മൊബൈൽ ഫോൺ, അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. യൂസിങ് മൊബൈൽ ഫോൺ വിൽ ഡൈവേർട്ട് ദ അറ്റൻഷൻ ആൻഡ് കോസ് ആക്സിഡൻസ്. എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്തതെന്ന് പറയുന്നത്? നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും, അല്ലേ? വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എങ്ങോട്ട് പോകും? ആ കോളിലേക്ക് പോകുന്നത് കൊണ്ടാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യരുത് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഷുഡൻ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. ഡ്രങ്കൺ ഡ്രൈവിംഗ് വിൽ നോട്ട് ഹെൽപ്പ് യു ടു മേക്ക് പ്രോപ്പർ ചോയ്സസ്, അല്ലേ? നമുക്കറിയാം, ഡ്രിങ്ക് ചെയ്തിട്ട് നമ്മൾ ലഹരികൾ ഉപയോഗിച്ചിട്ടോ അതുപോലെ മദ്യം ഉപയോഗിച്ചിട്ടോ ഒന്നും നമ്മൾ വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? യൂസ് പ്രോപ്പർ ഇൻഡിക്കേറ്റേഴ്സ് വൈൽ സ്വിച്ചിങ് ലൈൻസ് ഓർ ഓവർടേക്കിംഗ്. അതും നമുക്കറിയാം. ഇതെല്ലാം തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെ? പ്രോപ്പർ ഇൻഡിക്കേഷൻസ്, നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം. നമ്മൾ ഓവർടേക്ക് ചെയ്യുകയാണെങ്കിലും അതുപോലെ നമ്മൾ വേറെ റോഡിലേക്ക് പോവുകയാണെങ്കിലും എല്ലാം നമ്മൾ പ്രോപ്പർ ഇൻഡിക്കേഷൻസ് കൊടുക്കണം. നമ്മുടെ ബാക്കിലുള്ള വാഹനങ്ങൾക്കും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്കും എല്ലാം നമ്മൾ നിർദ്ദേശങ്ങൾ കൈമാറണം, അല്ലെ? അവർക്ക് മനസ്സിലാവണം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, എങ്ങോട്ടാ വരുന്നത് എന്നല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് കറക്റ്റ് യൂസ് ചെയ്യുക. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? യൂസ് സീബ്ര ക്രോസിംഗ് ടു ക്രോസ് ദ റോഡ്. അത് എന്തുകൊണ്ടാണ്? എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയുള്ളൂ. ഇതിൽ സീബ്ര ക്രോസിങ്ങിലൂടെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? സീബ്ര ക്രോസിംഗ് വിൽ ഹെൽപ്പ് യു ടു ക്രോസ് റോഡ് സേഫ്ലി. സീബ്ര ക്രോസിങ്ങിലൂടെ വണ്ടി നിർത്തും, അല്ലേ? നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ വാഹനങ്ങൾ നിർത്തണം എന്നുള്ളതാണ് നിയമം. നടയാത്രക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീബ്ര ക്രോസിംഗ് ഇട്ടിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിലൂടെ അവിടെ എത്തുമ്പോൾ വാഹനങ്ങൾ സ്ലോ ആക്കുകയും നടയാത്രക്കാർക്ക് സൗകര്യം ഒരുക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് എന്ത് എഴുതാം? വൈഡ് റൈഡിംഗ് ബൈക്സ് ഓർ ബൈസിക്കിൾ കീപ് ബോത്ത് ഹാൻഡ്സ് ഓൺ ദ ഹാൻഡിൽ. നമ്മൾ ബൈക്കിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും അതുപോലെ സൈക്കിളിലൂടെ പോകുന്ന സമയത്തും രണ്ട് ഹാൻഡിൽ ഉണ്ടായിരിക്കുമല്ലോ, രണ്ട് ഹാൻഡിലും പിടിച്ചിട്ട് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ. അതിൽ ഒരു കൈയിൽ മൊബൈലും ഒരു കൈയിൽ വാഹനത്തുമേലും അല്ല വെക്കേണ്ടത്. രണ്ട് കൈയും എന്ത് ചെയ്യണം? ഹാൻഡിൽ വെക്കണം. എന്താ കാരണം? ബോത്ത് ഹാൻഡ്സ് ഓൺ ദ ഹാൻഡിൽ വിൽ ഹെൽപ്പ് യു ടു ബാലൻസ് ദ വെഹിക്കിൾ പ്രോപ്പർലി. നമ്മുടെ വണ്ടിയുടെ ബാലൻസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഹാൻഡിലും ഒരുപോലെ പിടിച്ചിട്ട് വേണം നമ്മൾ വാഹനം ഓടിക്കാൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. റോഡ് നമ്മൾ സേഫ് ആകാൻ വേണ്ടിയിട്ട്, റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ഇനി ചെയ്യാമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ ഒരു 2-3 നിങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. Activity 3 നോക്കൂ. One of the factors that helped Juliane survive the crash was her ability to swim. ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്, അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവളുടെ നീന്താനുള്ള കഴിവായിരുന്നു. ലുക്ക് അറ്റ് ദ പിക്ചർ ഫ്രം എ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ ഇൻ കേരള. അതായത് താഴെ ഒരു പിക്ചർ ഉണ്ട്. അത് എന്തിൻ്റെ പിക്ചറാണ്? നമ്മുടെ കേരളത്തിൽ സംഭവിച്ച പ്രളയത്തിൻ്റെ ഒരു ചിത്രമാണ്, അല്ലേ? പ്രളയത്തിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. While Kerala was facing a flood disaster, the fishermen proved to be real heroes, rescuing many lives. എന്താണ് പറയുന്നത്? ഇതിൽ ഫിഷർമെൻ, അല്ലെ? മത്സ്യം പിടിക്കുന്ന ആളുകൾ, മീൻ പിടുത്തക്കാർ എന്ന് പറയുന്നത് അവരാണ്. ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചത് അവരാണ് എന്നാണ് പറയുന്നത്, അല്ലേ? ശരിയല്ലേ? നമ്മുടെ പ്രളയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഒഴുകിപ്പോയപ്പോൾ ഫിഷർമാൻ, മത്സ്യം പിടിക്കുന്ന ആളുകളാണ് ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ അവരായിരുന്നു ഹീറോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി താഴെ നോക്കൂ, എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ.
Is the various factors that help the fishermen to become the saviors of flood victims. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഫ്ലഡ് വിക്ടിംസിനെ, അതായത് വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ ഫിഷർമാനുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ മിക്കവാറും ആളുകളെ രക്ഷപ്പെടുത്തിയത് ഫിഷർമാൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെടുത്തിയ ഫിഷർമാനുകൾക്ക് ഉണ്ടാകേണ്ട വാരിയസ് ഫാക്ടർ, അങ്ങനെ രക്ഷപ്പെടുത്താൻ അവർക്ക് ഉണ്ടായിരിക്കേണ്ട എന്തെല്ലാം ഘടകങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്, അവർക്ക് എന്തെല്ലാം എബിലിറ്റികൾ, എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് ഉണ്ടായിരിക്കേണ്ടത്, അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്കുണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളോട് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഒരു ഫിഷർമാൻ ആയതുകൊണ്ടാണ് അവരെല്ലാം രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞത് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളാണ് അതിനവരെ സഹായിച്ചത് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്തൊക്കെ എഴുതാൻ നോക്കൂ. 2 എണ്ണം അതിൽ കൊടുത്തിട്ടുണ്ട്. എബിലിറ്റി ടു റൈഡ് ബോട്ട്സ് അല്ലെ, ബോട്ടുകൾ ഉപയോഗിക്കാൻ, ബോട്ടുകൾ റൈഡ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് ഒന്ന് അവർക്ക് മത്സ്യം പിടിക്കുന്ന ആളുകൾക്ക് ബോട്ട് കൈകാര്യം ചെയ്യാൻ ഈസി ആയിരിക്കും. ഒന്നാമത്തെ കാര്യം അതാണ്, ബോട്ട് കൈകാര്യം ചെയ്യാനുള്ള ഈസി. ദെൻ സ്വിമ്മിങ് സ്കിൽ, നീന്താനുള്ള കഴിവ്. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നത് റെസ്ക്യൂ സ്കിൽ അല്ല, അവരുടെ രക്ഷപ്പെടുത്താനുള്ള അവരുടെ കഴിവ് എന്ന് നമുക്ക് എഴുതാം. പിന്നെ എന്ത് എഴുതാൻ പറ്റും? നോളജ് അബൌട്ട് ദ ടെറൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്കറിയാം അല്ലേ, അവർ മത്സ്യബന്ധനത്തിന് പോകുന്നത് കൊണ്ട് തന്നെ ആ പുഴയുടെ സ്ഥിതിഗതികളും ആ പ്രദേശത്തെക്കുറിച്ചുള്ള അവരുടെ അറിവ്, അതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രദേശത്തെക്കുറിച്ചുള്ള ആ ഫിഷർമാൻസിൻ്റെ കഴിവ്, അവരുടെ അറിവ് അവർക്ക് അതിന് സഹായകമാകും. പിന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതാം ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്. അതിനേക്കാൾ ഉപരിയെല്ലാം അവർക്ക് രക്ഷപ്പെടുത്താനുള്ള നല്ലൊരു മനസ്സുണ്ട്, മാനുഷികമായ പരിഗണന കൊണ്ട് അവർക്ക് ഈ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താനുള്ള അവരുടെ ഒരു മനസ്സും കൂടി നമുക്ക് കാണാം അല്ലേ. ഇതെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്തി എഴുതാം. നിങ്ങൾക്ക് വേറെ അറിയാമെങ്കിൽ നിങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുക. ദെൻ നമുക്ക് ബി നോക്കാം. The empathetic attitude of the fishermen saved many lives അല്ലേ. അവരുടെ എമ്പതറ്റിക് ആറ്റിറ്റ്യൂഡ് എന്താണ്? ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായി. Prepare a write-up on the topic Kerala disaster relief. Rise of the sons of the sea as superheroes in the ocean of humanity. നിങ്ങളോട് ഒരു റൈറ്റപ്പ്, അതിനെക്കുറിച്ചൊരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് വിഷയം? കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനം അല്ലേ, ദുരിതാശ്വാസ പ്രവർത്തനം. റൈസ് ഓഫ് ദ സൺ ഓഫ് ദ സീ ആസ് എ സൂപ്പർ ഹീറോസ് ഇൻ ദ ഓഷ്യൻ ഓഫ് ഹ്യൂമാനിറ്റി. കടലിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ സാഗരത്തിൽ സൂപ്പർ ഹീറോസായി കടലിൻ്റെ മക്കൾ അവസരത്തിനൊത്ത് ഉയർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതിനെക്കുറിച്ച്, അതാണ് നിങ്ങളുടെ ടോപ്പിക്ക്. അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു റൈറ്റപ്പ് തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ ഒരു റൈറ്റപ്പ് തയ്യാറാക്കും നോക്കൂ. റൈറ്റപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഹെഡിങ് നിങ്ങൾ കൊടുക്കണം. മനസ്സിലായല്ലോ? എന്താണ് നമുക്ക് തന്ന വിഷയം, അതിൻ്റെ ഒരു ഹെഡിങ് നിങ്ങൾ ആദ്യം കൊടുത്ത് അണ്ടർലൈൻ ചെയ്യണം. കേരള ഡിസാസ്റ്റർ റിലീഫ് എന്നോ അല്ലെങ്കിൽ റൈസ് ഓഫ് ദ സൺ ഓഫ് ദ സീ ആസ് എ സൂപ്പർ ഹീറോസ് ഇൻ ദ ഓഷ്യൻ ഓഫ് ഹ്യൂമാനിറ്റി എന്നോ എഴുതിയിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ശേഷം നിങ്ങൾ എഴുതുക Kerala disaster relief, rise of the son of the sea as superheroes in the ocean of humanity, 15 August 2018. People were waiting to celebrate the 71st Independence Day anniversary, but many parts of the Kerala were very badly flooded. അല്ലേ, നമ്മൾ ആഘോഷിക്കാനിരിക്കെ എന്താണ്? പ്രളയം നമുക്ക് എതിരായിട്ട് വന്നു അല്ലേ. It rained and the level of water went on increasing. ഒരുപാട് മഴ ശക്തമായി പെയ്തതോടുകൂടി വാട്ടറിൻ്റെ ലെവൽ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. Each day people thought that rains would stop and things would be normal, but their expectation proved wrong. ഓരോ ദിവസം കൂടുന്തോറും ജനങ്ങൾ എന്ത് വിചാരിച്ചു? ഈ മഴ നിൽക്കും, മഴ കുറയും എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ബട്ട് ദയർ എക്സ്പെക്റ്റേഷൻ പ്രൂവ്ഡ് റോങ്. പക്ഷേ അവരുടെ എല്ലാം പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മഴ വീണ്ടും പെയ്ത് ഇറങ്ങാൻ തുടങ്ങി അല്ലേ.
As the water covered the floor of the house, people went to the roof of the house or to the higher floors. വെള്ളം എവിടെ എത്തി? വീടിൻ്റെ മുകളിലെ ഏറ്റവും മുകളിലെ ഫ്ലോറിലേക്കെല്ലാം എത്തിത്തുടങ്ങി. കമ്മ്യൂണിക്കേഷൻസ് വർ കട്ട്. നമ്മുടെ ആശയവിനിമയ കാര്യങ്ങളെല്ലാം എന്തായി? കട്ടായി പോയി. ഇലക്ട്രിസിറ്റി വാസ് ഓഫ്. നമ്മുടെ പവർ കറണ്ട് എന്തെല്ലാം അതും ഓഫായി. നോ ഫുഡ്, നോ ടു ഈറ്റ് ആൻഡ് നോ ഡ്രിങ്ക് വാട്ടർ വാസ് അവൈലബിൾ. ഭക്ഷണമോ വെള്ളമോ നമുക്ക് കിട്ടാതെയായി. കേരള വാസ് എക്സ്പീരിയൻസിങ് ദ വേഴ്സ്റ്റ് ഫ്ലഡ്സ് ആഫ്റ്റർ 94 ഇയേഴ്സ്. ഇത്തരത്തിലുള്ള ഒരു ഫ്ലഡിൻ്റെ പ്രളയം നമുക്കുണ്ടായത് 94 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇത്തരത്തിലുള്ളൊരു പ്രളയം നമ്മൾ നേരിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 94 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. The July 1924 flood was also disastrous. Relief camp were opened and people went to them. ഒരുപാട് ക്യാമ്പുകൾ തുറന്നു അല്ലേ? ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് ജനങ്ങളെ പാർപ്പിച്ചു. The state and central government sent rescue team to save the people stranded in their homes. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാം എന്ത് ചെയ്തു? രക്ഷാപ്രവർത്തകരെ എല്ലാം അയച്ചു. ബട്ട് ദ ഫയർമാൻ ആൻഡ് സോൾജേഴ്സ് were not able to do much as they did not know where to go and how to get the stranded people. ഈ ഫയർമാനും അതുപോലെ സോൾജേഴ്സും ഒരുപാട് വന്നു. പക്ഷെ അവർക്ക് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലായിരുന്നു. It was then the son of the sea volunteered to help. അപ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്ത്? കടലിൻ്റെ മക്കൾ സഹായത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയത്. They took their fishing boat. അവരെന്ത് ചെയ്തു? അവരുടെ ഫിഷിംഗ് ബോട്ട് എല്ലാം ഇറക്കി. And went to places where people were stranded and with great courage and determination they rescued the people. അവരെന്ത് ചെയ്തു? അവരുടെ ഫിഷിംഗ് ബോട്ടെല്ലാം എടുത്തിട്ട് ജനങ്ങൾ എവിടെയാണോ തങ്ങി നിൽക്കുന്നത്, എവിടെയാണോ അവർക്ക് സഹായം എത്തേണ്ടത് എന്ന് അങ്ങോട്ട് എന്ത് ചെയ്ത് ധൈര്യത്തോടു കൂടി ജനങ്ങളോടൊപ്പം പോയി. The picture of a fisherman bending down so that the woman could use his back as a step to get into the boat showed the kind of a sacrifice they were willing to make. എന്താ പറയുന്നത്? നമ്മൾ ആ പിക്ചറിൽ കണ്ട പോലെ, നമ്മൾ മുകളിൽ കണ്ട ആ പിക്ചറിൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ പിക്ചറിൽ കണ്ട പോലെ എന്ത് ചെയ്തു? ഫിഷർമാൻ എല്ലാം ബെൻഡ് ചെയ്ത് നിന്നു അല്ലെ? വളഞ്ഞു നിന്നിട്ട് അതൊരു സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്തു അല്ലെ? എന്നിട്ട് ഈ ആളുകൾ എന്ത് ചെയ്തു? പ്രളയത്തിൽ അകപ്പെട്ട ആളുകൾ അവരുടെ പുറത്ത് കയറി അതൊരു സ്റ്റെപ്പായി യൂസ് ചെയ്തിട്ട് ആണ് ബോട്ടിലേക്ക് കയറുന്നത്. മനസ്സിലായല്ലോ? Then except for the efforts of these superheroes many would have been dead. ഇങ്ങനത്തെ എഫേർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആളുകളുടെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി, ഒരുപാട് ജീവൻ നിലനിർത്താൻ സഹായിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് റൈറ്റ് അപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ പ്രളയത്തെ പറ്റി. നമ്മുടെ ഫിഷർമാന് കടലിൻ്റെ മക്കൾ രക്ഷപ്പെടുത്തിയതിനെക്കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റും. നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾ എഴുതി ചേർക്കുക. ദെൻ നെക്സ്റ്റ് സി നോക്കാം. ഇനി സി നോക്കൂ. ഡ്യൂറിങ് ദ നാച്ചുറൽ ഡിസാസ്റ്റർ ലൈക്ക് ഫ്ലഡ് വി ഷുഡ് ആക്ട് ഇൻ്റലിജൻ്റ്ലി ടു മിനിമൈസ് ഡാമേജ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ, വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ജീവനെയും അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടികളെയും ഡാമേജ് സംഭവിക്കുന്നതോ നഷ്ടപ്പെടുന്നതോ കുറക്കണം. Hence, it is better to think of what to do and what not to do beforehand. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു മുൻധാരണ ഉണ്ടാക്കിയെടുക്കണം. എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ജീവനും അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടിയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണം. അതിന് എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മുൻധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. So that we won't panic during such disasters. അങ്ങനെ നമ്മൾ മുൻധാരണ ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് പ്രശ്നമില്ല? ദുരന്ത സമയത്ത് നമുക്ക് ഭയപ്പെടേണ്ടതായിട്ട് വരില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? റൈറ്റ് ഡു ഓർ ഡോണ്ട് അഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. താഴെ ഒരു കോളത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ട് എന്ത് ചെയ്യണം? എന്തെല്ലാം ചെയ്യണം എന്നുള്ളിടത്ത് അത് ചെയ്യേണ്ടതാണെങ്കിൽ അവിടെ ടിക്ക് ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ ആ കോളത്തിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം.
ഒന്നാമത് നോക്കൂ, ലിസൺ ടു ഓൾ വാർണിംഗ്സ് ആൻഡ് അനൗൺസ്മെന്റ് കെയർഫുള്ളി. ഈ ദുരന്തങ്ങൾ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അനൗൺസ്മെന്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നല്ല കെയർഫുൾ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ അതെല്ലാം അനുസരിക്കണം എന്നാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ, നമ്മൾ ചെയ്യണോ ചെയ്യാൻ പാടില്ലാത്തതാണോ, അത് നമ്മൾ ചെയ്യണം അല്ലേ. ഡു എന്നുള്ള കോളത്തിൽ നമ്മൾ ടിക്ക് ചെയ്യുന്നു. രണ്ടാമതായിട്ട്, സ്റ്റേ ഓൺ റിവർ ബാങ്ക് വെൻ ദ റിവർ ഈസ് ഇൻ ഫ്ലഡ്. പുഴയെല്ലാം നദികളെല്ലാം കര കവിഞ്ഞൊഴുകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ നദിയുടെ തീരത്ത് തന്നെ നിൽക്കണം എന്നാണ് പറയുന്നത്. അത് നമ്മൾ ചെയ്യണോ അത് ചെയ്യാൻ പാടില്ലാത്തതാണോ? അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ് അല്ലേ. അപ്പം നമ്മൾ ഡോണ്ട് എന്നുള്ള കോളത്തിൽ ടിക്ക് ചെയ്യുന്നു. ദെൻ മൂന്നാമത്തെ നോക്കൂ, വാക്ക് ഓർ ഡ്രൈവ് അക്രോസ് ദ ഫ്ലോയിങ് ഫ്ലഡ് വാട്ടർ. വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സമയത്ത് നമ്മൾ അതിലൂടെ നടക്കുകയോ നമ്മൾ ഡ്രൈവ് ചെയ്യുകയോ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ഡു ആണോ ഡോണ്ട് ആണോ? ചെയ്യണം, ചെയ്യാൻ പാടില്ല. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ് അല്ലേ. അതുകൊണ്ട് അതോടെ ഡോണ്ട് എന്നുള്ളത് ടിക്ക് ചെയ്യുന്നു. ദെൻ നാലാമത് നോക്കൂ, ക്യാരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്, പേഴ്സണൽ ഐറ്റംസ് ആൻഡ് വാല്യുബിൾ അപ്സ്റ്റേഴ്സ് ഓർ ദ സേഫർ പ്ലേസ് ഡ്യൂറിങ് ദ ഫ്ലഡ്. വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയ ഡോക്യുമെൻറ്റ്സും അതുപോലെ പേഴ്സണൽ ഐറ്റംസും വിലപിടിപ്പുള്ള സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? എടുത്തുകൊണ്ട് പോകണം എന്നാണ് പറയുന്നത്. അത് ചെയ്യണമോ ചെയ്യാൻ പാടില്ലാത്തതാണോ? അത് നമ്മൾ ചെയ്യേണ്ടത് കാര്യമാണ്. ഡു എന്നുള്ളതാണ്. നമ്മൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, മറ്റുള്ളതെല്ലാം അവിടെ കടന്നോട്ടെ അല്ലേ. നമുക്ക് ജീവൻ കൊണ്ട് ഓടുകയാണ് വേണ്ടത്. ദെൻ അഞ്ചാമത് നോക്കൂ, സീക്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ് വെൻ യു ആർ ഇൻ നീഡ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സഹായം ആവശ്യമാണെന്ന് തോന്നുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിക്കണം അല്ലെ. എന്നെ സഹായിക്കൂ എന്ന് പറയണം നമ്മൾ. അത് ചെയ്യണമോ ചെയ്യാൻ പാടില്ലാത്തതാണോ? ഡു ആണ് അല്ലേ. അത് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് ഒരാളെ സഹായം വേണമെന്ന് തോന്നിയാൽ നമ്മൾ തീർച്ചയായും അവരുടെ സഹായം ചോദിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അത് ഡു എന്നുള്ള ടിക്ക് ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് വൺ, ടേക്ക് ആസ് മെനി തിങ്സ് ആസ് പോസിബിൾ ഫ്രം ഹോം വൈൽ എസ്കേപ്പിംഗ് ഫ്രം ഫ്ലഡ്. നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ്. നമ്മൾ ഈ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകണമെന്നാണ് പറയുന്നത്. ഒരുപാട് വീട്ടിലത്തെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകണം എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ ജീവനും കൊണ്ടാണ് ഓടിപ്പോകേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലെ സാധനങ്ങളൊന്നും നുള്ളിപ്പെറുക്കി എടുക്കാൻ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഡോണ്ട് എന്നുള്ളതിൽ ടിക്കറ്റ് കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഡി നോക്കാം. നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്കസ് ഇൻ ദ ക്ലാസ് ദ അതർ ഡു ആൻഡ് ഡോണ്ട് വി നീഡ് ടു ഫോളോ ഡ്യൂറിങ് എ കലാമിറ്റീസ്. ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാവുന്ന കാര്യവും ചെയ്യാൻ പാടില്ലാത്ത കാര്യവും നിങ്ങൾ ഒരു ലിസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങളുടെ ക്ലാസ്സിൽ വെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ചെയ്യുക. ദെൻ നോക്കൂ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ് കണ്ടക്ടിങ് എ വെബിനാർ ഓൺ ദ ടോപ്പിക് ഹൗ ടു സ്റ്റേ സേഫ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എങ്ങനെ രക്ഷപ്പെടാം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വെബിനാർ സംഘടിപ്പിക്കുകയാണ്. എന്താണ് വിഷയം എന്ന് പറഞ്ഞത്? എങ്ങനെ നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്ററിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ് വിഷയം. ബേസ്ഡ് ഓൺ ദ പോയിന്റ് ലിസ്റ്റഡ് പ്രിപ്പയർ എ പേപ്പർ ഫോർ ദ വെബിനാർ. നിങ്ങളോട് ഒരു വെബിനാർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വെബിനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ വെബിനാർ ഈസ് എ സെമിനാർ കണ്ടക്റ്റഡ് ഓൺ ദ ഇൻ്റർനെറ്റ്. വെബിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിനാർ തന്നെയാണ്. അത് ഇൻ്റർനെറ്റിലൂടെ ഓൺലൈനിലൂടെ നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു പേപ്പറാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സെമിനാർ തന്നെയാണ് വെബിനാർ എന്ന് പറയുന്നതും. ഓക്കെ, സെമിനാർ നമ്മൾ ഓഡിയൻസിന് മുന്നിൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്നു. വെബിനാർ എന്നാൽ അത് ഇൻ്റർനെറ്റ് ഓൺലൈൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കൊരു വെബിനാർ എഴുതി നോക്കാം. നമ്മൾ വെബിനാർ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ ടോപ്പിക്കിന് ഒരു ഹെഡിങ് ആണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. നമ്മുടെ ടോപ്പിക് എന്താണ്? ഹൗ ടു സ്റ്റേ സേഫ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലേ. നമ്മുടെ നാച്ചുറൽ ഡിസാസ്റ്ററിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് സുരക്ഷിതമായി നിൽക്കാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. അത് നമ്മൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ദെൻ താഴെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തണം. നമ്മളെ പറ്റി, നമ്മൾ ആരാണ്, നമ്മുടെ പേരും എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് നൽകേണ്ടത്. ഓക്കെ, ദെൻ പിന്നീട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, ആ ടോപ്പിക്കിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ ആദ്യം ഹെഡിങ് കൊടുത്തു കഴിഞ്ഞു. ദെൻ ഗുഡ് മോർണിംഗ് എവരി വൺ, ഐ ആം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പേര് എഴുതാം. എന്നിട്ട് ആൻഡ് ഐ ആം
here to present a paper on the topic how to stay safe from natural disasters എന്ന് പറഞ്ഞ് ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ് അടുത്തതായി കൊടുക്കേണ്ടത്. അത് നമ്മൾ എങ്ങനെ കൊടുക്കും? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സച്ച് ആസ് എർത്ത് ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, tsunami, etc. are distress events that most often happen without warning. Natural disasters cause severe damage to human and animal lives, destroy properties, and undermine the ecosystem. It is not too easy to prevent natural disaster, but we can take proper precautions to reduce the damage and destruction. നമ്മൾ പ്രോപ്പറായിട്ട് അതിന് മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ ഇത് കുറക്കാൻ പറ്റും എന്നാണ്, ഇത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പ്രീക്വേഷൻസ്, മുൻകരുതലുകൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പാടില്ല, ഡോണ്ട് എന്നുള്ള 2 വാക്കുകൾ വെച്ചിട്ട് നമ്മൾ അത് പോയിന്റ് ആക്കിയിട്ടാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കൂ. സ്വിച്ച് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഗ്യാസ് അപ്ലയൻസസ് ആൻഡ് ടേൺ ഓഫ് ദ മെയിൻസ്. ദെൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാരി യുവർ എമർജൻസി കിറ്റ് ആൻഡ് ലെറ്റ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നോ വേർ യു ആർ ഗോയിങ്. ദെൻ അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ഫ്ലഡ് വാട്ടർ ആസ് ഇറ്റ് മേ ബി കണ്ടാമിനേറ്റഡ്. നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇഫ് യു ഹാവ് ടു വാക്ക് ഇൻ സ്റ്റാൻഡിങ് വാട്ടർ യൂസ് എ പോൾ ഓർ സ്റ്റിക്ക് ടു എൻഷുവർ ദാറ്റ് യു ഡു നോട്ട് സ്റ്റെപ്പ് ഇൻ ടു ഡീപ് വാട്ടർ, ഓപ്പൺ മാൻഹോൾസ് ഓർ ഡിച്ചസ്. സ്റ്റേ എവേ ഫ്രം പവർ ലൈൻ. ഇലക്ട്രിക്കൽ കറന്റ് ക്യാൻ ട്രാവൽ ത്രൂ വാട്ടർ. റിപ്പോർട്ട് പവർ ലൈൻസ് ദാറ്റ് ആർ ഡൗൺ ടു ദ പവർ കമ്പനി. പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലുക്ക് ബിഫോർ യു സ്റ്റെപ്പ് ഇൻ ടു യുവർ ഹൗസ് ആഫ്റ്റർ എ ഫ്ലഡ്. ദ ഗ്രൗണ്ട് ആൻഡ് ഫ്ലോർസ് ആർ കവേർഡ് വിത്ത് ഡെബറീസ് വിച്ച് മേ ഇൻക്ലൂഡ് ബ്രോക്കൺ ബോട്ടിൽസ്, ഷാർപ്പ് ഒബ്ജക്ട്, നെയിൽസ്, എക്സെട്ര. ഫ്ലോർസ് ആൻഡ് സ്റ്റെയർസ് കവേർഡ് വിത്ത് മഡ് ആൻഡ് ഡെബറീസ് ക്യാൻ ബി സ്ലിപ്പറി. ദെൻ പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ലിസൺ ടു ദ റേഡിയോ ഓർ ടെലിവിഷൻ ഫോർ അപ്ഡേറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ. അല്ലെ, ഓരോ അപ്ഡേറ്റുകൾ എന്തെല്ലാം കാര്യങ്ങൾ എവിടെയെല്ലാം നടക്കുന്നു എന്നുള്ളത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അനൗൺസ്മെൻറ്റ് ശ്രദ്ധിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അതേപോലത്തെ ഒരു കാര്യം തന്നെയാണ് ഇതിൽ വരുന്ന അപ്ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതും കൂടി നമ്മൾ നോട്ട് ചെയ്യണം. ഈ സമയത്ത് ഇങ്ങനെ ഡിസാസ്റ്റേഴ്സ് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കിക്കോളൂ. ഡോണ്ട് വാക്ക് ത്രൂ ഫ്ലോയിങ് വാട്ടർ. കറന്റ് ക്യാൻ ബി ഡിസെപ്റ്റീവ്. ഫാസ്റ്റ് മൂവിങ് വാട്ടർ ക്യാൻ നോക്ക് യു ഓഫ് യുവർ ഫീറ്റ്. Then don't swim through fast flowing water. You may get swept away or struck by an object in the water. Don't drive through a flooded area. Don't eat any food that has come into contact with flood water. Don't reconnect your power supply until a qualified engineer has checked it. Be alert for gas leaks. Do not smoke or use candles, lantern or open flames. പിന്നെ നമുക്ക് എഴുതാനുള്ളത് നെവർ യൂസ് TVs, VCRs, CRT terminals or other electrical equipments while standing on wet floor, especially concrete. മനസ്സിലായല്ലോ? ഇത് നിങ്ങൾക്ക് പോയിന്റ് ആക്കി എഴുതാം, അല്ലെങ്കിൽ ഓരോ പാരഗ്രാഫ് ആക്കിയിട്ട് നിങ്ങൾക്ക് പ്രീക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? മുൻകരുതലുകൾ എടുക്കാം. മുൻകരുതലുകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് ഓരോ പാരഗ്രാഫ് ചെയ്യാൻ പാടുള്ളത് ഒരു പാരഗ്രാഫും ചെയ്യാൻ പാടില്ലാത്തത് മറ്റൊരു പാരഗ്രാഫും ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റി എഴുതുകയും ചെയ്യാം. ഇങ്ങനെ പോയിന്റ് ആക്കി എഴുതുകയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്താൽ മതി. ദെൻ നമുക്ക് ആക്ടിവിറ്റി 4 നോക്കാം. Let us read the news report of Juliane's survival that appeared in one of the prominent newspaper. താഴെയുള്ള ഒരു ബോക്സിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനെ പറ്റിയുള്ള ന്യൂസ് റിപ്പോർട്ടാണിത്? ജൂലിയാനെ സർവൈവ് ചെയ്തു എന്നുള്ള, ജൂലിയാനെ എങ്ങനെയൊക്കെ പൊരുതി രക്ഷപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ച് ഒരു ന്യൂസിൽ വന്ന റിപ്പോർട്ടാണ് താഴെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നത്. അതിലെന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. ആദ്യം ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ റിപ്പോർട്ടിന് ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഹെഡ്ലൈൻ എങ്ങനെ ആയിരിക്കണം? നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. നമുക്ക് കണ്ടാൽ മനസ്സിലാവണം, ഒറ്റവാക്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവണം ഇതെന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലാവണം. അങ്ങനെ ഒരു അട്രാക്ഷനുള്ള ഹെഡിങ് ആയിരിക്കണം. ദെൻ പിന്നീട് കൊടുത്തിരിക്കുന്നത് ബൈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് ചെയ്യുന്ന ആളെ പേര് അല്ലെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ടർ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ട് ചെയ്യുന്ന ആളെ പേര് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ദെൻ ഡേറ്റ് ലൈൻ, അത് ഏത് ദിവസമാണ് ഏത് വർഷമാണ് എന്നുള്ളത് ഡേറ്റും വർഷവും കൊടുക്കുക.
ദെൻ ലീഡ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പാരഗ്രാഫിൽ, അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ കൊടുക്കേണ്ടത് ലീഡിങ് ന്യൂസാണ്. അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, ആ ന്യൂസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എക്സാമിന് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കും. നിങ്ങൾ ഇതിലുള്ള പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫോർമാറ്റ് ഉപയോഗിച്ച് ഈ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എഴുതണം. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് എഴുതേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ്. ദെൻ ബോഡി നിങ്ങൾ എഴുതേണ്ടത് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബോഡിയിൽ എഴുതേണ്ടത്. ദെൻ അവസാനം കോട്ട് എന്ന് കണ്ടോ, അതിൽ മഹാന്മാർ വലിയ വലിയ ആളുകൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കോട്ടിൽ എഴുതേണ്ടത്. ഈ ന്യൂസ് റിപ്പോർട്ടിനെ പറ്റി അഭിപ്രായങ്ങൾ പറയൂ അല്ലേ, നമ്മുടെ മന്ത്രിമാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രധാനപ്പെട്ട ആരെങ്കിലും ഒക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കോട്ടിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. മനസ്സിലായല്ലോ? ഇത്രയുമാണ് നമ്മളൊരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. ദെൻ നമുക്ക് ബി നോക്കാം. പറഞ്ഞിരിക്കുന്നത് ലെറ്റ് us now analyze the news report and fill all its elements എന്നാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ന്യൂസ് റിപ്പോർട്ട് അനലൈസ് ചെയ്തിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ താഴെയുള്ള ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഹെഡ്ലൈൻ ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈൻ, അതിൻ്റെ ഫങ്ഷൻ, ഫീച്ചേഴ്സ് എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് കൊടുക്കണം. ക്യാച്ചി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ക്യാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന രൂപത്തിലായിരിക്കണം എന്നാണ് അർത്ഥം. ക്യാച്ച് ചെയ്യുന്ന നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം ആ ഹെഡ്ലൈൻ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഹെഡ്ലൈൻ കാണുമ്പോഴേ നമുക്ക് അത് ന്യൂസ് വായിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ഹെഡിങ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മുകളിലുള്ള ഹെഡ്ലൈൻ എന്തായിരുന്നു? മിറാക്കിൾ ഹാപ്പൻ എന്നുള്ളതായിരുന്നു ഹെഡിങ് അല്ലേ. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ബൈ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അയാളുടെ പേരെഴുതാം, അല്ലെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ടറിന് ജസ്റ്റ് എഴുതിയാലും മതി. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ എഴുതി ചേർക്കുക. ഇതിലുണ്ടായിരിക്കുക ബൈ ലൈൻ എന്നുള്ള കോളത്തിൽ നിങ്ങൾ എന്ത് എഴുതാനാണ് നമ്മൾ പറഞ്ഞത്? ബൈ ലൈൻ എന്നുള്ള കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് അത് ആരാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് എഴുതാൻ വേണ്ടി നമ്മൾ പറഞ്ഞു അല്ലേ. അത് അയാളുടെ പേരും എഴുതി കൊടുക്കുക. ദെൻ ഡേറ്റ് ലൈനിൽ ഇതെന്നാണ് സംഭവിച്ചത്, അത് ഡേറ്റ് ഇഷ്യൂഡ് ദിസ് റിപ്പോർട്ട് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ ആ ഡേറ്റ് എഴുതി കൊടുക്കുക. ദെൻ ലീഡ് ന്യൂസ് എന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്താണ് നിങ്ങൾ എഴുതുക. ആൻസേഴ്സ് ദ 5 WS എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് W വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് 5 എണ്ണം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് എഴുതാം? വാട്ട് എന്ന് എഴുതാം, അതുപോലെ വെൻ എന്ന് എഴുതാം, പിന്നെ വേർ, ഹൂ, വൈ എന്നുള്ള W വെച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് അതിൽ എഴുതണം. അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതണം. വാട്ട് എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് എഴുതും? എന്നാണ് അത് തുടങ്ങിയത് എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ വെൻ എന്നാക്കാം. നമുക്ക് അവിടെ വാട്ട് മാറ്റിയിട്ട് നമുക്കത് വെൻ എന്നാക്കി മാറ്റാം. വെൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺ ദ ക്രിസ്മസ് ഈവ് എന്ന് എഴുതാം. ദെൻ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം വേർ, എവിടെയാണ് ഇത് സംഭവിച്ചത്? ഇൻ ദ ആമസോൺ ഫോറസ്റ്റ്. ദെൻ ഹൂ എന്ന് കൊടുക്കാം, ജൂലിയാനെ, എ 60 years old girl. ദെൻ ലാസ്റ്റ് നമുക്കായിട്ട് വൈ എന്ന് കൊടുക്കാം. വൈ എന്ന് കൊടുത്ത പ്ലെയിൻ ഹിറ്റ് എ സ്റ്റോം അല്ലേ. എന്തുകൊണ്ടാണ് എന്നാണ്? പ്ലെയിന് ക്രാഷ് ആയതുകൊണ്ടാണ് എന്ന് കൊടുക്കാം. ദെൻ അതിൻ്റെ ബോഡിയിൽ നമ്മൾ എന്ത് കൊടുക്കും? തീം ഓഫ് ദ റിപ്പോർട്ട്. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടും. അതാണ് ഈ നെക്സ്റ്റ് കോളത്തിൽ എക്സാമ്പിൾ ആയിട്ട് ഷീ ഈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് അതിൻ്റെ തീമാണ്. എന്താണ് നിങ്ങൾക്ക് അതിന് മനസ്സിലായത് എന്നുള്ള അതിൻ്റെ തീം നിങ്ങൾ എഴുതി കൊടുക്കണം. ദെൻ കോട്ട് നിങ്ങൾ എന്ത് എഴുതി കൊടുക്കണം? കോട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ കോട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കുക. അതിൽ നിന്ന് എന്തെല്ലാമാണ് നമുക്ക് കിട്ടുക, ആ കോട്ട് കൊണ്ട് എന്താണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഫങ്ഷൻസ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ ഇതിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി സി. നോക്കൂ. ഫിഷർമെൻ ഹു റെസ്ക്യൂഡ് ദ ലീവ്സ് ഓഫ് thousands of flood victims were honored by the government of Kerala for their selfless brave deeds. You were on one of the news reporters present at the event. Prepare a news report highlighting the service of the fishermen. അല്ലേ, നമ്മൾ പറഞ്ഞു ഫിഷർമാൻ കാരണം ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങൾ ആ സ്പോട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു റിപ്പോർട്ടറാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് വേണം എഴുതാൻ. ആദ്യം നമ്മൾ ഹെഡ്ലൈൻ കൊടുക്കണം, നല്ല അട്രാക്റ്റീവായ ഹെഡ്ലൈൻ കൊടുക്കണം, ബൈ ലൈൻ കൊടുക്കണം, ഡേറ്റ് ലൈൻ കൊടുക്കണം, അതുപോലെ അതിൻ്റെ
അതിൻ്റെ മെയിൻ തീം എന്താ കൊടുക്കണം, ലീഡ് ലൈൻസ് കൊടുക്കണം, ദെൻ ബോഡി കൊടുക്കണം. ആരെങ്കിലും എന്തെങ്കിലും എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോട്ടായിട്ട് കൊടുക്കണം. നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്പുകളെല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ട് വേണം എഴുതാൻ റിപ്പോർട്ട് എഴുതാൻ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ എഴുതാം. Many people died in the August 2018 floods that ravaged Kerala. Hundreds more would have died if the fishermen to Kerala had not rescued them. On 17th August, 132 fishermen with 22 boats left the coast of Marinad after they were requested to help by the office of Chief Minister and the district collector. When the news came of the rising water levels in Chenganur area, many fishermen decided not to go to the sea to catch fish. Instead, they headed towards Chenganur to help the flood victims. The fishermen were fully engaged in the rescue operation and they did their very best to save the lives of people. Fishermen in other flooded areas also did the same. They even spent their own money for the rescue operation and never waited for any help to repair or refuel their boats. As a sign of showing gratitude for their selfless service, they were felicitated by the Chief Minister. Each of them was given a ponnada in appreciation of their selfless service to the flood victims. These fishermen risked their lives to save the lives of others. We have to learn a lot from their selfless service. The Chief Minister praised them as the real heroes of Kerala, who would be remembered gratefully not only by the people who were rescued by them, but by the entire people of Kerala. ഇതിന് മീനിങ്സ് ഒന്നും പറയാത്ത, ഇതെല്ലാം സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ മീനിങ്സ് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് മീനിങ്സ് ഒന്നും പറയാതെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയത്. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹെഡ്ലൈൻ, ബൈലൈൻ, ഡേറ്റ് ലൈൻ, അതുപോലെ അതിൻ്റെ ലീഡ് കണ്ടന്റ്, ബോഡി എല്ലാം നിങ്ങൾ മറക്കാതെ എഴുതി വെക്കണം. അതിൻ്റെ ഫോർമാറ്റിൽ ഇവിടെ തന്നെ നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ദ ജംഗിൾ എയർ ക്രാഷ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു പാഠത്തിൻ്റെ വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ നമുക്ക് വീണ്ടും വരാം. അതുവരെ സ്റ്റേ ട്യൂൺ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.